നമസ്കാരം. ഞാൻ ഡോക്ടർ ശരത് കൃഷ്ണ. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? മനുഷ്യരാശിയുടെ ഭാവി ഒരു മൈക്രോസ്കോപ്പിക് ആയ ഒരു ജീവിയുടെ മേൽ ആയിരുന്നെങ്കിലോ? അതാണ് സത്യം. അതെ, സ്പേം. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ, ഇന്നത്തെ ഒരു ഡേറ്റ മനസ്സിലാക്കിയാൽ വളരെ ഭയങ്കരമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കഴിഞ്ഞ ഒരു 50 വർഷത്തിൽ ലോകത്തിലെ സ്പേം കൗണ്ട് 50% വരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടത് അതല്ല, നമ്മളെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ കുറച്ച് കൺട്രോൾ എടുക്കാൻ പറ്റുമോ? 1000 മാസം ഒന്നും കാത്തിരിക്കേണ്ട. ജസ്റ്റ് ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാവുന്ന കുറച്ച് അഡാപ്റ്റേഷൻസും അപ്ഡേഷൻസും സൊല്യൂഷൻസും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് റിയാലിറ്റി, ഫാക്ട്സ്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ശരീരത്തിന്റെ ഹീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ എടുക്കുന്ന പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസും കുറയ്ക്കുക. 1 and 2 ഇതിൽ മാത്രം ശരിക്കുക. കാരണം സ്പേമിന്റെ റിയൽ ആയിട്ടുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ എനിമീസ് എന്ന് പറയുന്നത് ഈ രണ്ടുമാണ്. കാരണം ശരീരത്തിന്റെ ചൂട് കൂടുന്തോറും സ്പേം കൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് വിഷാംശങ്ങൾ. ഇത് ഉള്ളിലേക്ക് ചെല്ലും തോറും ശരീരം ഈ വിഷത്തെ പുറന്തള്ളാൻ നോക്കുവോ അതോ സ്പേമിന്റെ കൗണ്ട് കൂട്ടാൻ നോക്കുവോ? ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഇതിനുള്ള വേറൊരു വശവും കൂടെ ഉണ്ട്. നമ്മൾ ചൂട് കൊള്ളുന്നത് ജസ്റ്റ് നമ്മൾ ഈ വെയിൽ കൊണ്ട് മാത്രമല്ല നടക്കുന്നത്. നമ്മൾ സ്റ്റീം ബാത്തുകൾ എടുക്കാറുണ്ട്, വലിയ സോനകളുണ്ട്, ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് മടിയിൽ വെച്ചുകൊണ്ട് കണ്ടമാനം ഇരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഈ ടെസ്റ്റിക്കിൾസ് ശരീരത്തിന്റെ പുറത്ത് വെച്ചേക്കുന്നത് തന്നെ ചൂട് കുറഞ്ഞ് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ ഈ മടിയിലൊക്കെ വെച്ചുകൊണ്ട് ഈ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് കണ്ടമാനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഒപ്പം പോരാഞ്ഞിട്ട് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബ്രീഫ് ബോക്സേഴ്സ് ഇടുന്നതിന് പകരം ബ്രീഫുകൾ ഇടും. പിന്നെ മണിക്കൂറുകളോളം നമ്മൾ ബൈക്ക് ചുറ്റി നടക്കും. അപ്പൊ ആണെന്നുമില്ല പെണ്ണെന്നുമില്ല, രണ്ടുപേരും കറങ്ങും. പക്ഷെ ആണിനെ ബാധിക്കുന്നത് ഈ രീതിയിലാണ്. എന്നാൽ നമ്മളൊരു തമാശക്കാണെങ്കിലും റൈഡിങ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മളിത് അപ്പൊ ചിന്തിക്കില്ല. അമിതമായി ചൂടടിക്കുന്ന ഏതൊരു സാഹചര്യവും സ്പെർമിന്റെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും ക്രമാതീതമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് അത് ബാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഈ പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ്. മദ്യപാനം, പുകവലി, കഞ്ചാവ്, ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ് എല്ലാം തന്നെ സ്പെർമിന്റെ ക്വാളിറ്റിയെ DNA വരെ അത് ബാധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മദ്യപാനമാണ് ഇതിലെ ഒരു ക്രോണിക് ആയിട്ടുള്ള. ഇവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല ആദ്യത്തെ പാറകൾ. ഇപ്പൊ ഞാൻ 7 ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി 3ഉം 4 ശരിയായിട്ടുള്ള സപ്ലിമെന്റ്സ് കഴിക്കുക. ശരിയായി നമ്മുടെ ശരീരത്തിനെ പരിപോഷിപ്പിക്കുക. ഇപ്പോഴാണ് ശരീരത്തിന് നമ്മൾ എന്താ പറയുക ഫ്യൂവൽ ചെയ്യുന്നത്. കാരണം ഇത് നമ്മളാണ് നമ്മുടെ ശരീരത്തിന് ടേക്ക് കെയർ ചെയ്യേണ്ടത്, അല്ലെ? കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉണ്ടാവുന്നതിനും അതിന്റെ സൃഷ്ടിക്കാനും അതിന്റെ മൊബിലിറ്റിക്കും അതിനെ മൊത്തത്തിൽ സംരക്ഷിക്കുന്ന സിങ്കാണ്. ബീഫ്, പംകിൻ സീഡ്, മുട്ട, ഇതെല്ലാം തന്നെ സിങ്കിന്റെ നല്ല 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 ഉറവിടങ്ങളാണ്. ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓക്സിഡേറ്റീവ് പ്രോസസ്സിനെ കുറയ്ക്കുന്നവരാണ്. അപ്പം ബെറീസ്, നല്ല ഗാർലിക്, വെളുത്തുള്ളി, ചീര, നമ്മുടെ പ്ലേറ്റിനകത്ത് വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറികൾ നല്ല കളർഫുൾ ആയിട്ട് നമ്മൾ പ്ലേറ്റിനെ കഴിക്കാൻ നോക്കണം. നമ്മൾ ചോറ് മാത്രം കഴിച്ച് സ്പെം കൗണ്ട് കൂട്ടാൻ നിന്ന് നമ്മൾ വിചാരിക്കരുത്. ചോറിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കറികളും സാധനങ്ങളും ഒക്കെ പല കളറിലുള്ള ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ്. സ്പേം അത് സ്വിം ചെയ്യാനുള്ള, അതിനൊരു വാലൊക്കെ ഉണ്ട്, അത് സ്വിം ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നത് ഇതാണ്. നമ്മുടെ വാൾനട്ട്, ചിയ സീഡ്സ്, ഇതൊക്കെയാണ് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ, ഇതൊക്കെ ഒന്ന് കഴിച്ച് ശീലിക്കുവാണെങ്കിൽ വളരെ കുറവായിരിക്കും. ഇനി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സെമന്റെ പ്ലാസ്മ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഈ പറഞ്ഞ സാധനങ്ങൾ ഒരുപാട് സഹായിക്കും. അപ്പൊ നിങ്ങളുടെ മെനുവിൽ ഇത് പയ്യെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതൊന്ന് പയ്യെ ശീലിക്കുക. ഇനി അഞ്ചാമത്തെ 5ഉം 6ഉമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മൊബിലിറ്റി എക്സസൈസുകളെ പറയാം, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസുകളെയും പറയാം. കാരണം ഒരുപാട് നേരം ഇരിക്കുന്നവര്, ഇരുന്ന് ജോലി ചെയ്യുന്നവര്, ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ മനസ്സുപയോഗിച്ചൊക്കെ ചെയ്യുന്ന ആളുകളിൽ വളരെയധികം കുറവായിരിക്കും കൗണ്ട്. കാരണം ശരീരത്തിനെ ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മൾ ചിന്തയിലാണ്, നമ്മുടെ മനോഗതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നടക്കുക. അപ്പോ ടെസ്റ്റോസ്റ്റിറോൺ ഉയരാനും സ്പേം പ്രൊഡക്ഷൻ മെച്ചപ്പെടാനും ശരീരം കൊണ്ടുള്ള മൊബിലിറ്റി എക്സസൈസുകളും ബ്രീത്തിങ് എക്സസൈസുകളും ഒക്കെ വളരെയധികം ഫൈൻ ട്യൂൺ ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതിന് മിതമായിട്ടുള്ള വ്യായാമങ്ങൾ, എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. വാക്കിംഗ് ചെയ്യാം, ജോഗിങ്, വെയിറ്റ് ട്രെയിനിങ്, യോഗ, പ്രാണായാമം പോലുള്ളതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
മെച്ചപ്പെടും. ഇതെന്ന് പറഞ്ഞിട്ട് ഓവർ ട്രെയിനിങ് അല്ല വേണ്ടത്. വളരെ മൈൽഡ് ആയിട്ടുള്ള മിനിമൽ എക്സസൈസുകൾ ചെയ്തു പോകും. ഒരു 10 to 15 മിനിറ്റ്സ് ആണെങ്കിൽ പോലും മതി. അടുത്തതായിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. IT സെക്ടറിലൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് പേര് ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ സ്ട്രെസ് ആണ്. കാരണം IT മാത്രമൊന്നുമല്ല, ഏതൊരു സെക്ടർ ആണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് ഫാക്ടേഴ്സ് കുറയ്ക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഭാവിയിലേക്ക്. സ്പെർമിന്റെ ക്വാളിറ്റി കുറയും. സോ ഡീപ് ബ്രീത്തിങ്, അതുപോലെ തന്നെ നല്ല ഗൈഡഡ് മെഡിറ്റേഷൻസ്, ചെരുപ്പൊക്കെ ഊരിയിട്ട് ഒന്ന് പ്രകൃതി കൂടെ ഒന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർട്ടിസോൾ കുറച്ചാൽ തന്നെ ടെസ്റ്റോസ്റ്ററോണിന്റെ സ്റ്റേബിൾ ആവും. അപ്പൊ ഹോർമോൺസ് സന്തുലിതമാവുന്ന ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഒരു ഹാബിറ്റ്സിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോവുക. അത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും വലിയ ഒരു ബേസും ഉണ്ടാക്കും, സ്റ്റെബിലൈസും ചെയ്യും. ഇനി ഏഴാമതായിട്ട് ചെയ്യേണ്ടത് സപ്ലിമെന്റ്സ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയുർവേദത്തില് ഇവിടെയാണ് വലിയൊരു റോൾ ഉള്ളത്. രസായന ചികിത്സ, വാചീകരണ ചികിത്സ എന്ന് പറഞ്ഞതിന്റെ ഒരു സെഗ്മെന്റ് തന്നെയാണ്. ഇവിടെയാണ് ശരിക്കും ഒരു വ്യക്തിനെ സൂപ്പർമാൻ ആക്കുന്നത്, സൂപ്പർ ചാർജ് ചെയ്യുന്നത്. അശ്വഗന്ധ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സ്റ്റഡി ഒക്കെ പ്രകാരം ഒരു 90 ദിവസത്തെ ഉപയോഗം ഉണ്ടെങ്കിൽ 167% വരെ കൂട്ടാമെന്ന് ഇപ്പൊ സയന്റിഫിക്കലി കുറച്ചുകൂടെ, അല്ലെങ്കിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും ഒക്കെ ടെസ്റ്റോസ്റ്റിറോണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. എനർജി ഒക്കെ കൂട്ടാൻ പറ്റും. നമ്മളിപ്പോ അത്രയും ഡെപ്തിൽ പോകേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും നല്ല ശീലങ്ങളെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. ഇനി ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ ആദ്യത്തെ ഈ 7 ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ: നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന ചൂടിനെ കുറച്ചുകൂടെ ഒഴിവാക്കുക, കഴിക്കുന്ന ആഹാരങ്ങൾ കുറച്ചുകൂടെ ഓർഗാനിക് ആക്കുക, പോയിസണസ് അല്ലാത്ത മാറ്റുക, സിങ്ക്, ആന്റി ഓക്സിഡൻസ്, ഒമേഗ 3 പോലുള്ള കഴിക്കുക, നറിഷ് ചെയ്യുക ശരീരത്തിനെ, എക്സസൈസ്, നിങ്ങളുടെ മനസ്സിനെ സ്ട്രെസ്സിനെയൊക്കെ കുറച്ചൊന്ന് മാറ്റുക, സേഫ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് കഴിച്ചു തുടങ്ങുക. അതായത് നമ്മുടെ സ്പെർമിന്റെ ക്വാളിറ്റി കൂടുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മളൊന്ന് വിചാരിച്ചാൽ ഇത് ഉയർത്താനൊക്കെ പറ്റും. അതിന് വേണ്ടുന്ന ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ആക്ഷൻസ് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നോർമലായിട്ട് മാറിക്കോളും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായെങ്കിൽ കൃത്യമായിട്ടും ഒന്ന് നിങ്ങളുടെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മറുപടി തരാൻ പരമാവധി ശ്രമിക്കും. നന്ദി. പിന്നെ നിങ്ങൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ആരോഗ്യത്തിലാണ് ചെയ്യേണ്ടത്. കാരണം അതാണ് ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ അസറ്റ്. ഓക്കെ, മറ്റെല്ലാത്തിന്റെയും പുറകെ പോയി ഇത് മാത്രം നമ്മൾ വിട്ടുകളയാതിരിക്കട്ടെ. നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.